ദേഹം മുഴുവൻ പുകഞ്ഞു നീറിയിട്ട് വയ്യ മോളെ. ഇതിന് വേറൊരു മരുന്നുമില്ലേ എന്ന് ഓരോ തവണയും നിറക്കണ്ണുകളുടെ കീമോതെറാപ്പി തുടങ്ങാനായി ക്യാനുല കുത്തു മുൻപേ ആയമ്മ എന്നോട് ചോദിക്കും. മറുപടി വേറൊന്നുമില്ലാത്തതിനാൽ സൂചിയുടെ നീലപ്പാടുകൾ നിറഞ്ഞ ആ കയ്യിൽ പതുക്കെ ഒഴിഞ്ഞു കൊടുത്ത് ഞാൻ ആ ബെഡിനോട് ചേർന്ന് നിൽക്കും. അവിടെ വരുന്ന ഓരോരുത്തരോടും സമയം പങ്കുവെച്ചു അവരെ കേൾക്കാനായി കാതുകൾ നൽകി വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞാണ് എൻ്റെ ഓരോ ദിവസവും കടന്നു പോവുക. ഛർദ്ദിച്ചു കുഴഞ്ഞു പോയെങ്കിലും എൻ്റെ കൈകളിൽ പരിചയത്തോടെ കോർത്തു പിടിക്കുന്ന ആ കൈവിരലുകളിൽ സ്നേഹത്തിൻ്റെ മുറുക്കവും ഇളം ചൂടുമുണ്ടാകും. ഇതിപ്പോഴൊന്നുമല്ല, ക്യാൻസർ എന്ന വ്യാധി കേൾക്കുമ്പോഴേക്കും മുക്കാൽ ജീവനും പോയി ജീവനോടെ ഇരിക്കുമ്പോഴും മൃതശരീരങ്ങളെ നിമിഷങ്ങൾ തള്ളി നീക്കുന്ന നിസ്സഹായരായ മനുഷ്യരെ കണ്ടുമുട്ടാൻ തുടങ്ങിയപ്പോഴാണ്. ഇന്നിപ്പോൾ കുടുംബത്തിൽ തന്നെ വിരലെണ്ണാവുന്നതിൽ കൂടുതൽ രോഗബാധിതരുമുണ്ട്, അതിൽ മരിച്ചവരും ജീവനോടെയുള്ളവരും. ഓരോ തവണ കീമോ കഴിഞ്ഞ് യാത്ര അയക്കും നേരവും അടുത്തതിന് വരാൻ സാധിക്കുമായിരിക്കുമല്ലേ സിസ്റ്ററി എന്നവർ മിഴിയർത്തിയൊരു നിശബ്ദ ചോദ്യമുണ്ട്. ധൈര്യത്തോടെ പിന്നല്ല എന്നൊരു ഉറപ്പ് കൊടുത്ത് ചേർത്ത് പിടിക്കുമ്പോൾ തളർന്നതെങ്കിലും ആ ഹൃദയമിടിപ്പെനിക്ക് കേൾക്കാം. ഇഷ്ടമില്ലെങ്കിലും ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചുട്ടുപൊള്ളുന്ന ലാവഞരമ്പിലൂടെ മാസാമാസം ഒഴിക്കാൻ വിധിക്കപ്പെട്ടവർ. ഓരോ മാസവും കീമോയാൽ ഉടലിനെ പൊള്ളിച്ച് അഗ്നിശുദ്ധി നടത്തി മുടിയേകൾ നഷ്ടപ്പെട്ട് പിച്ചവയ്ക്കുന്ന കാൽപാദങ്ങളുടെ കുഞ്ഞുങ്ങളായി പുനർജനി നേടുന്നവർ. കീമോ തുടങ്ങുമ്പോഴേക്കും എന്തെങ്കിലും സംഭവിക്കുമെന്നല്ല, ആത്മധൈര്യമില്ലാത്ത വെറും പാവങ്ങളാണ് പലരും. ശരീരം കാർന്നു നിന്ന ഞണ്ടുകളെ അവസാന ഘട്ടത്തിലാകും മിക്കവരും അറിഞ്ഞിട്ടുണ്ടാവുക. അവർക്കായുള്ള തീയതി അടുക്കുമ്പോൾ ഒന്നും സംഭവിച്ചിരിക്കല്ലേ എന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചാണ് ഓരോരുത്തരെയും വിളിക്കുന്നത്. ഒരു രോഗിയുമായും വ്യക്തിബന്ധമരുതെന്നും അവരുടെ സംഘടനകളും വേദനകളും അവിടെ തന്നെ വിട്ട് ഉന്മേഷത്തോടെ ഡ്യൂട്ടിയിൽ നിന്ന് മടങ്ങിപ്പോകണമെന്ന് കരുതിയാലും ഞാനതിൽ എന്നും ഒരു തോൽവിയാണെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. മടങ്ങി വരാത്തവരെ ഓർത്ത് നെഞ്ചിലൊരു കനത്ത വറ്റിറങ്ങാൻ പോലും വിശപ്പില്ലാത്ത ആ ദിവസങ്ങൾ കടന്നുപോകും. ഇതൊക്കെ എത്രയോ കാണുന്നതാണ്, ഇവൾക്കിതിനും മാത്രം സങ്കടമെന്തിനാ എന്ന് ചിന്തിക്കുന്നവരുടെ ഒറ്റൊരു തവണ കണ്ടുമുട്ടി സമയം ചെലവിട്ടവർ ജീവനോടെയില്ല എന്നറിയുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന വികാരം എന്താകും? അതിൻ്റെ 10 മടങ്ങും അവരുടെ കൂടെ പലവട്ടം മണിക്കൂറുകളോളം സമയം ചിലവിട്ട ഞങ്ങൾക്കുമുണ്ടാകും. ആ ജോലിക്കപ്പുറം മജ്ജയും മാംസവും മനസ്സുമുള്ള മനുഷ്യരാണല്ലോ ഞങ്ങളും. കോഴ്സ് പഠിക്കുന്ന സമയത്താണ് ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഇട്ടിരുന്ന കോളേജ് യൂണിഫോം മാറി നേരെ ക്ലിനിക്കിലെ OPDയിലേക്ക് ധൃതിയിലൊരോട്ടമാണ്. 2 ബസ് മാറി കയറണം കോളേജിലേക്ക്. മടങ്ങാനുള്ള ബസ് വൈകിയ ദിവസമെങ്കിൽ വന്നാലുടനെയുള്ള പതിവുള്ള ചായ പോലും ഒഴിവാക്കി ഡ്യൂട്ടിക്ക്. പകൽ ഡ്യൂട്ടിയുള്ള കുൽക്കർണിയുടെ കയ്യിൽ നിന്നും ഹാൻഡ് ഓവർ വാങ്ങി അയാളെ പറഞ്ഞു വിട്ട് OPയിലേക്ക് വന്ന രോഗികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കി ഡോക്ടർക്ക് മുൻപേ വൈറ്റൽ സയൻസും തൂക്കവും എഴുതി വയ്ക്കണം. മുൻപ് ഞാൻ പറഞ്ഞിരുന്നു, നഴ്സിംഗ് പഠിക്കുമ്പോൾ ഫീസിനും ചിലവിനുമായി രാത്രികളിൽ ഞാനൊരു സർജിക്കൽ നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തിരുന്നത്. പകലിൽ കോളേജിൽ പോയുള്ള പഠിപ്പ്, മടങ്ങി വന്നാലുടനെ നേരെ വൈകുന്നേരത്തെ OPD ഡ്യൂട്ടി. അത് കഴിഞ്ഞാൽ അഡ്മിറ്റായിട്ടുള്ള രോഗികൾക്കുള്ള കാര്യങ്ങളെല്ലാം തീർത്ത് 10:11 ചാർട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിലെ അസിസ്റ്റൻ്റ് ഡ്യൂട്ടി. ഷെഡ്യൂൾ ചെയ്തു വെച്ച സർജറിയെല്ലാം കഴിഞ്ഞ് വീണ്ടും പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, അതിനിടയിൽ ഇൻസ്ട്രുമെൻ്റ് കഴുകലും സ്റ്റെറിലൈസേഷനും. സഹായിയോടൊപ്പം പുലർച്ചെ ഡോക്ടറുടെ സഹായിയെ ഡ്യൂട്ടി ഏൽപ്പിച്ച് 1 മണിക്കൂർ കഷ്ടി ഉറക്കം കിട്ടിയാൽ കിട്ടി. രാവിലെ പിന്നെയും കോളേജിലേക്ക്. ഇതായിരുന്നു അക്കാലങ്ങളിൽ എൻ്റെ ദിനചര്യ. എഴുതാൻ മാത്രമില്ലെന്ന് കരുതുന്നു, എന്നാൽ അതൊന്നുമില്ലെങ്കിൽ ദിവസങ്ങൾ പൂർണ്ണമാകില്ലെന്ന് കരുതുന്ന 100,000 ചെറിയ ജോലികൾ വേറെയും ഉണ്ടാകും. 15 ബെഡ് കപ്പാസിറ്റിയിൽ അഡ്മിഷനും തിരക്ക് പിടിച്ച OPയുമുള്ള ക്യാൻസർ സർജൻ്റെ നഴ്സിംഗോ. ശനിയും ഞായറും ക്ലാസ് ഇല്ലാത്തതിനാൽ പകൽ സമയം പഠിക്കാനുള്ളതും അസൈൻമെൻറ്റ് എഴുതാനുള്ളതുമെല്ലാം തീർക്കും. അതിനിടയിൽ കീമോതെറാപ്പിക്ക് വരുന്ന രോഗികളും പോസ്റ്റ് ഓപ്പറേറ്റീവ് രോഗികളും OPD തൊട്ട് കീമോ വരെ നീളുന്ന ബന്ധമാകുമ്പോൾ രോഗികളുമായി ഒരടുപ്പവും ഉണ്ടാകും. അന്വേഷിക്കുമ്പോൾ പോയി കാണാനും മറക്കില്ല. അവിടെ തന്നെയുള്ള ഒരു മുറിയിലാണ് ഞാനും താമസം. ഇതെല്ലാം മുൻപ് എഴുതിയിട്ടുള്ളതാണ്. അന്നത്തെ ഡ്യൂട്ടിക്ക് തിരക്കധികമില്ലാതിരുന്നതിനാൽ സമാധാനത്തോടെ ഞാൻ വന്ന് റിസപ്ഷനിലിരുന്നു. ലിസ്റ്റിൽ 7 പേരേ ഉള്ളൂ. അതിൽ 2 പേർ പുതിയതാണ്. പഴയവരോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് പുതിയ ആളിലെ ഒരാളെ ഞാൻ അകത്തേക്ക് വിളിച്ചു. ഇണപ്പാറാവുകളുടെ കുറുങ്ങലുമായി ഇന്ന് രാവിലെ കല്യാണം കഴിഞ്ഞ കണക്ക് ഒരു
ഷബാന ബീഗവും ഭർത്താവും ഇരുന്ന് സംസാരിക്കുന്നൊരു മൂലയിൽ. ഷബാനയാണ് രോഗി. പ്രായം 43. കറുത്ത പർദ്ദക്കുള്ളിലെങ്കിലും മുഖാവരണത്തിലൂടെ കാണുന്ന കണ്ണുകളും നിറവും അവരുടെ സുന്ദരിയാണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഭർത്താവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന കൈകളിൽ മൈലാഞ്ചിയുടെ കടുംചുവപ്പ്. പർദ്ദയുടെ കൈ മുകളിലേക്ക് നീങ്ങുമ്പോൾ 2 കൈത്തണ്ടയിലും നിറഞ്ഞു കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ. ഭർത്താവും സുന്ദരനാണ്. അയാൾ ഏതോ ഒരു ഹിന്ദി സിനിമാ നടനെ പോലെയുണ്ടെന്ന് എൻ്റെ സംശയം. ഡോക്ടറാണ് പിന്നീട് ഷമ്മി കപൂർ എന്ന ഉത്തരം തന്നത്. പർദ്ദ അയക്കാൻ സമ്മതിക്കാതിരുന്ന അവരെയും നോക്കി കൈമലർത്തി കാണിച്ച് പിന്നെങ്ങനെ പരിശോധിക്കുമെന്ന എൻ്റെ മുറി ഹിന്ദി കേട്ടാകണം ഭർത്താവ് എഴുന്നേറ്റ് വന്ന് പർദ്ദ ഊരാതെ കഴിയില്ലല്ലോ അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കിച്ചു മടങ്ങിപ്പോയി. ഫയലിൽ അവരുടെ റിപ്പോർട്ടുകൾ ചേർത്ത് വയ്ക്കാൻ നേരമാണ് ഗർഭാശയത്തിലെ ക്യാൻസറാണെന്ന ബയോപ്സി റിപ്പോർട്ട് കണ്ടത്. കണ്ട് മനസ്സുമടുത്തിരിക്കുന്ന അവസ്ഥയാണിതെല്ലാം. എങ്കിലും BP-യും മറ്റുമായി ഓരോന്ന് പരിശോധിക്കുമ്പോഴുള്ള അവരുടെ നിഷ്കളങ്കതയുള്ള ചോദ്യങ്ങളും വിശേഷം പറച്ചിലും ആ റിപ്പോർട്ട് എങ്ങനെ പെട്ടെന്ന് സങ്കടത്തിലായി. അസുഖമെന്തെന്ന് അവരെ അറിയിച്ചിട്ടില്ല. വയറുവേദനയും നിർത്താതെയുള്ള രക്തസ്രാവവും വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ ടെസ്റ്റ് ചെയ്ത് ഓപ്പറേഷൻ വേണ്ടിവരുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുകയാണ്. വേറൊന്നും അതിനറിയില്ല. 16-17 വയസ്സുള്ളപ്പോൾ വിവാഹം കഴിഞ്ഞതാണ്. 4 മക്കളുള്ളതിൽ 2 പെൺകുട്ടികളും വിവാഹം കഴിഞ്ഞ് പേരക്കുട്ടികളുമായി. എങ്കിലും ഒരു പക്വതയുമില്ലാത്ത പെരുമാറ്റം. ഇവിടുത്തെ ഡോക്ടർ പുരുഷനാണെന്നറിഞ്ഞപ്പോൾ മുതൽ വരാൻ മടി പിടിച്ചിരുന്ന അവരെ ഭർത്താവ് നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുവന്നതാണെന്നും ഡോക്ടറിൻ്റെ മുൻപിൽ പർദ്ദയില്ലാതെ ഇരിക്കാൻ നാണമാകുന്നുമൊക്കെയുള്ള കൗമാരക്കാരിയുടെ ലജ്ജയോടെ അവർ പറയുമ്പോഴും മുഖാവരണം മാറ്റിയ ഷബാനയുടെ സൗന്ദര്യവും നോക്കി ഞാൻ 14 ലോകവും മറന്ന് നിൽക്കുകയാണ്. പരിശോധനാ മുറി മുഴുവനും അവർ പൂശിയ അത്തറിൻ്റെയും തലയിൽ ചൂടിയ മുല്ലപ്പൂവിൻ്റെയും സൗരഭ്യം മൂക്ക് തുളച്ച് തലച്ചോറിലേക്ക് ആഞ്ഞടിച്ചു മത്തിപ്പിടിക്കും. ഡോക്ടർ എത്തിയതും അവർ തലയിലെ ഷാളിട്ട് മുഖം മറച്ചു. പരിശോധനകൾക്കും റിപ്പോർട്ടുകളുടെയും വിശദമായ പഠനത്തിന് ശേഷം ചെയ്യാൻ ബാക്കിയുള്ള രക്തപരിശോധനകളുടെ കുറിപ്പെഴുതി എൻ്റെ കയ്യിലേക്ക് തന്ന് ഷബാനയെയും കൂട്ടി പുറത്തേക്ക് പോകാൻ ഡോക്ടർ പറഞ്ഞു. പുറത്തു നിന്ന് 15 മിനിറ്റിനുള്ളിൽ അവരുടെ സംസാരം മുഴുവനും ഭർത്താവിനെ കുറിച്ചായിരുന്നു. തപ്പിത്തട്ടിയെങ്ങാനും 1-2 വാചകം മക്കളെ കുറിച്ചു. അദ്ദേഹത്തെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഭാര്യ, അയാൾക്ക് വേണ്ടി മരിക്കാൻ പോലും മടിയില്ലാത്തവർ, കുഞ്ഞിനെപ്പോലെ ഭാര്യയെ കൊണ്ടു നടക്കുന്ന ഭർത്താവ്, എപ്പോഴും അവളുടെ ഇഷ്ടത്തിനൊത്ത് അണിയിച്ചൊരുക്കി ഹൂറിയായി കൊണ്ടു നടക്കുന്നവർ. യതീമായ ഷബാനയെ അദ്ദേഹം കണ്ടിഷ്ടപ്പെട്ടതും ആർക്കും എതിർപ്പൊന്നുമില്ലാതെ വിവാഹം നേരത്തെ നടത്തിയതും അവർ ചുറുചുറുക്കോടെ പറയുന്ന കഥകൾക്ക് കേൾവിക്കാരിയായി ഞാൻ നിന്നു. വിവാഹം വരെയും ആഭരണങ്ങളോ നല്ല വസ്ത്രങ്ങളോ കാണാതിരുന്ന ഷബാനയെ അണിയിച്ചൊരുക്കി രാജകുമാരിയെപ്പോലെ കൊണ്ടു നടക്കുന്ന ഭർത്താവ് തന്നെയാണ്. ഹിന്ദി അറിയാമെങ്കിലും സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ വെല്ലുവിളിക്കുന്നു പോലുള്ള ചില വാചകങ്ങൾ സംസാരിച്ചത് മനസ്സിലാകാതെ വരുമ്പോൾ ഞാൻ നെറ്റിച്ചുളിക്കും. അതിനവൾ അവർക്കറിയാവുന്ന കന്നഡ തപ്പിപ്പിടിച്ച് പറയും. ഭർത്താവ് മന്താജ് ഖാൻ അവിടുത്തെ ബസ് സ്റ്റേഷൻ്റെ പ്രധാന അധികാരിയാണ്. ആ ബസ് സ്റ്റാൻഡിലാണ് മാറിക്കയറാനുള്ള ബസ്സിനായി ഞാൻ ദിവസവും കാത്തു നിൽക്കുന്നെങ്കിലും ഒരു തവണ പോലും അയാളെ കണ്ടിട്ടില്ല. 10 തലമുറക്ക് കാലും നീട്ടിയിരുന്ന് ഉണ്ണാനുള്ള സ്വത്തുണ്ടായിരുന്നെങ്കിലും ഗവൺമെൻറ് ജോലിയിൽ അന്തസ്സായി കൊണ്ടു നടക്കുന്നയാളാണ് അദ്ദേഹം. ആദ്യമായാണ് ഞാൻ അവരെ കാണുന്നത്. ക്ലിനിക്കിൽ നിന്ന് 1 മണിക്കൂർ സമയം കൊണ്ട് ഞാനവർക്ക് ആരൊക്കെയോ ആയി മാറിയെന്ന് സന്തോഷത്തോടെ പറഞ്ഞതിൽ ഞാൻ തലയാട്ടി. ഡോക്ടറിനോട് സംസാരിച്ചിറങ്ങി വന്ന ഭർത്താവിൻ്റെ മുഖം കഴുകിത്തുടച്ച വിധം വിളറി വെളുത്ത് കണ്ടപ്പോഴേ അകത്തെ ചർച്ചയുടെ സാരാംശം ഞാൻ വഹിച്ചു. പിന്നെയും പരിശോധനകൾക്കും റിപ്പോർട്ട് കാണിക്കാനുമെല്ലാമായി അവർ 2 പേരും നവമിഥുനങ്ങളെപ്പോലെ 2 വട്ടം കൂടി വന്നു. അതിൻ്റെ പിറ്റേ ആഴ്ച ടോട്ടൽ ഹിസ്റ്ററെക്ടമിക്കായി ഗർഭാശയം പൂർണ്ണമായും എടുത്തു കളയുന്ന ഓപ്പറേഷൻ ഷബാനയെ അഡ്മിറ്റാക്കി. നേരത്തെ അറിയുന്നതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി സമയത്താണ് അവർ വന്ന് അഡ്മിറ്റായത്. വരുമ്പോൾ കൂടെ നിറയെ പഴവർഗ്ഗങ്ങളും ഭക്ഷണ സാധനങ്ങളും എനിക്കായി കൂടി അവർ കരുതിയിരുന്നു. മക്കളും മരുമക്കളും പേരക്കുട്ടികളും ബന്ധുക്കളും കൂടി വിവാഹ സൽക്കാരത്തിനുള്ള ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഭർത്താവിനെ എങ്ങോട്ടും മാറാൻ സമ്മതിക്കാതെ കട്ടിലിനടുത്തിട്ട് കസേരയിൽ പിടിച്ചിരുത്തി തോളിൽ കൈവച്ചിരിക്കുന്നു. ശനിയാഴ്ച വൈകുന്നേരമാണ് ഓപ്പറേഷൻ. തലേന്ന് വൈകുന്നേരം വന്ന് കാണുന്നവരെ അനുവദിച്ചാൽ പിന്നെ കൂടെ നിൽക്കുന്ന ഒരാളെ ഒഴികെ ആരെയും മുറിയിലേക്ക് കടത്തില്ല. അതുകൊണ്ട് മറ്റ് രോഗികൾക്കും ശല്യമുണ്ടാകാതെ വന്നു പോകുന്ന സന്ദർശകരെ ഞാൻ ശ്രദ്ധിക്കാനും പോയില്ല. ഇതിനിടയിൽ എന്നെ വിളിച്ച് മക്കളെയും മരുമക്കളെയും പരിചയപ്പെടുത്താനും അവർ മറന്നില്ല. ദാദിയായിട്ടും മക്കളേക്കാൾ സുന്ദരി അമ്മയാണല്ലേ എന്ന് ഞാൻ ചോദിച്ചതും കൊച്ചുകുട്ടികളെപ്പോലെ അവർ പൊട്ടിച്ചിരിച്ചു. വെറുതെ പറഞ്ഞതായിരുന്നില്ല ഞാനെന്ന്. പിന്നെയും പ്രായം തോന്നിക്കുന്നത് മക്കളെയായിരുന്നു. അമ്മ അത്രയും സുന്ദരിയായിരുന്നു.
എൻ്റെ ഭർത്താവിൻ്റെ പ്രണയവും കരുതലുമാണ് എന്നെ ഇങ്ങനെ സുന്ദരിയാക്കി ഇരുത്തുന്നതെന്ന ഉത്തരത്തിന് മക്കളെ എന്തി മരുമകൻ അങ്ങനെ നോക്കുന്നില്ല എന്ന് എൻ്റെ സ്വഭാവത്തിന് തമാശയായാലും ചോദിക്കേണ്ടതാണ്. പക്ഷേ എന്നോടത് പറഞ്ഞ് പരിസരം മറന്ന് പരസ്പരം അവർ കൈമാറുന്ന നോട്ടത്തിലെനിക്ക് മനസ്സിലായി അവർ പറഞ്ഞതാണ് സത്യം. ഷബാനയുടെ മുറിയിൽ അവരും ഭർത്താവും മാത്രമേയുള്ളൂ. ഇനി ആ മുറിയിലേക്ക് സന്ദർശകരെ വിടുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാണ്. അതും 1-2 പേര്. വലിയ വലിയ ഹോസ്പിറ്റലിലെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ICU അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് അങ്ങനെയുള്ള വിശദമായ സൗകര്യങ്ങളില്ല. തിയേറ്ററിനോട് ചേർന്നുള്ള മുറിയാണ് ഒബ്സർവേഷൻ റൂം. ആദ്യത്തെ 4-5 മണിക്കൂർ രോഗി അവിടെ ആയിരിക്കും. അനസ്തീഷ്യ തെളിഞ്ഞ ശേഷം സ്വന്തം മുറിയിലേക്ക് മാറ്റും. വ്യക്തമാക്കാൻ കാരണം വർഷം കുറേ മുൻപ് ആണ് ഒരു നഴ്സിംഗ് ഹോമാണ്. ഷബാനയുടെ കേസ് കുറച്ചധികം നേരം നീണ്ടു നിൽക്കുമെന്നും അറിയാവുന്നതുകൊണ്ട് അല്പനേരം വിശ്രമിച്ചില്ലെങ്കിൽ രാത്രി ഡ്യൂട്ടി കഴിയുമ്പോഴേക്കും ഞാൻ തളർന്നു പോകുമെന്നും ഉറപ്പാണ്. അതിനാൽ ഞാൻ കുറച്ചൊന്ന് മഴങ്ങാമെന്ന് കരുതിയപ്പോഴാണ് വാതിൽ മുട്ട് കേട്ടത്. മംതാജുവായാണ് വിളിക്കുന്നത്. ഷബാനയ്ക്കിപ്പോഴും ഒന്നും അറിയില്ലെന്നും പറഞ്ഞാലും കൂടുതൽ മനസ്സിലാക്കാൻ മാത്രം വിദ്യാഭ്യാസമോ മിടുക്കോ ഇല്ലാത്ത ഒരു സാധുവാണെന്നും അതുകൊണ്ട് ചെറിയൊരു ഓപ്പറേഷനാണ്, ഗർഭപാത്രത്തിലൊരു കുഞ്ഞു മുഴ എടുത്തു കളയണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്ന് അയാൾ നിറക്കണ്ണുകളോടെയാണ് പറഞ്ഞത്. ആർക്കു മുൻപിലും കരയാനോ മനസ്സ് തുറക്കാനോ കഴിയാതെ അയാൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം മുഖത്ത് വ്യക്തമായിരുന്നു. സാരമില്ല, എല്ലാം ശരിയാകും, ഭയപ്പെടാതിരിക്കും എന്നല്ലാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ നോക്കി വേറൊന്നും പറയാൻ എനിക്കും ഇല്ലായിരുന്നു. ഭാര്യയ്ക്ക് വേണ്ടി കരയുന്നൊരു ഭർത്താവിനെ അന്ന് ആദ്യമായി കണ്ട അത്താളിപ്പിലാണ് ആണുങ്ങളും കരയുമല്ലോ എന്ന് ഞാൻ ഓർത്തത്. അന്ന് എൻ്റെ അറിവിലെ മുതിർന്ന പുരുഷന്മാർ ഗൗരവമുള്ളവരായിരുന്നു. വൈകുന്നേരം കൺസെൻറ്റ് ഒപ്പിടിപ്പിച്ച് തിയേറ്ററിൽ ഗൗൺ ധരിപ്പിക്കാനായി ചെല്ലുമ്പോൾ ഞാൻ മുൻപേ കൊണ്ടുവച്ച പച്ച ഗൗൺ ധരിച്ച് നീണ്ട ഇടതൂർന്ന മുടി 2 ഭാഗത്തേക്കും പിന്നിക്കെട്ടി ഒഴിഞ്ഞ കൈയും കഴുത്തുമായി നിഷ്കളങ്കമായ മുഖത്തോടെ തയ്യാറായി അവരിയ്ക്കുന്നുണ്ടായിരുന്നു. അരികെ ചിരിക്കുന്ന മുഖത്തോടെ ഭർത്താവും. സർജറി കഴിഞ്ഞ് മയക്കം തെളിയുന്നതിനിടയിൽ എത്രയോ വട്ടം അബോധാവസ്ഥയിൽ അയാളെ വിളിക്കുന്നു. അവരും ഒബ്സർവേഷൻ മുറിക്ക് പുറത്തു വന്നു. നടുചായ്ക്കാൻ പോലും പോകാതെ ഇരിക്കുന്ന അയാളും. മുറിയിലേക്ക് മാറ്റിയ ശേഷം കാല് തടവിക്കൊടുത്തും നെറ്റിയിലുമ്മ കൊടുത്തും ചെറു ചൂടുള്ള വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ ടവൽ കൊണ്ട് മുഖം പതിയെ തുടച്ചു കൊടുത്തും അയാളുണ്ടായിരുന്നു. പെൺമക്കൾ ആവശ്യപ്പെട്ടിട്ടും അരികെ നിന്ന് മാറാതെ ആ ദിവസങ്ങളെല്ലാം അയാൾ അവരോടൊപ്പം നിന്നു. എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം അവളെ നോക്കാൻ ഒരാളെയും ഞാൻ ഏൽപ്പിക്കില്ല എന്ന കണ്ണുകളിൽ. ദിവസങ്ങൾ ശേഷം അവർ മടങ്ങിപ്പോകുമ്പോൾ ലോകം ജയിച്ച സന്തോഷത്തോടുള്ള മുഖമായിരുന്നു അയാൾക്ക്. ഒരു കുഞ്ഞിനെ പോലെ അവരെ പൊക്കിയെടുത്ത് കാറിൽ കയറ്റുന്നതും മുഖത്തേക്ക് വീണ മുടിയൈകൾ മാടിയൊതിക്കുന്നതും സന്തോഷക്കണ്ണീർ എൻ്റെ കാഴ്ചകൾ പലപ്പോഴും മറഞ്ഞു. അവർ പോയതിന് ശേഷം മിക്ക ദിവസങ്ങളിലും എന്നെ ഫോണിൽ വിളിക്കും. വെള്ളിയാഴ്ചകളിൽ സമ്മതം പോലും ചോദിക്കാതെ എനിക്കായി ബിരിയാണിയോ സേമിയോ കൊണ്ടുണ്ടാക്കിയ ഹീറോ കൊടുത്തയക്കും. ആഴ്ചകൾക്ക് ശേഷമുള്ള ഞായറാഴ്ച കീമോ തുടങ്ങാനായി വന്നപ്പോഴേക്കും ഷബാനയുടെ കണ്ണുകളിൽ പഴയ കുസൃതിയും കൗമാരക്കാരിയുടെ ചുടുചുടുക്കും മടങ്ങി വന്നിരുന്നു. ഇപ്പോഴും ശരീരത്തിൻ്റെ ക്ഷീണം മാറിയില്ല. അതുകൊണ്ട് ഗ്ലൂക്കോസ് കയറ്റണമെന്നും അദ്ദേഹം വാശി പിടിക്കുകയാണെന്ന് എന്നോട് നാണത്തോടെ. ഓരോ ദിവസത്തെയും കീമോ കഴിയും വരെ ഡ്യൂട്ടി ഇല്ലാതിരുന്നിട്ടും അവരോടൊപ്പം ഞാൻ ആ മുറിയിലുണ്ടായിരുന്നു. മക്കളെ പ്രസവിക്കാൻ നേരം പനി വന്ന് കയറ്റിയപ്പോഴും ഈ ഗ്ലൂക്കോസിന് ഇത്രയും എരിവില്ലായിരുന്നെന്നും ഞരമ്പിലേക്ക് വീഴുന്ന ഓരോ തുള്ളിയും കടന്നു പോകുന്നത് അറിയാമെന്നും നീറുന്ന കൈകൾ തലോടുന്ന അയാളെ നോക്കി അവൾ പറയും. അവസാന കീമോയും കഴിഞ്ഞ് അവരെ യാത്രയാക്കി ഞാൻ മുറിയിലേക്ക് പോകാൻ മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ റിസപ്ഷൻ്റെ വിജയലക്ഷ്മി തമാശയ്ക്ക് അവരോട് ചോദിക്കുന്ന കേൾക്കാം, ഞങ്ങളും ഇവിടെ ഉണ്ട് സിസ്റ്ററെ, മാത്രമേ നിങ്ങൾക്ക് വേണ്ടൂ അല്ലേ എന്ന്. ഡിസ്ചാർജായി പോകുന്ന രോഗികൾ മിക്കപ്പോഴും ബില്ലടച്ചു പോകാൻ നേരം അറ്റൻഡർ തുടങ്ങിയ അവിടെയുള്ള എല്ലാ സ്റ്റാഫിനും എന്തെങ്കിലും പൈസയും പാരിതോഷികവുമായി നൽകും. എല്ലാവരും വാങ്ങുമെങ്കിലും ഞാൻ ഒഴിവാക്കാറാണ് പതിവ്. എനിക്കുള്ള ശമ്പളവും ഫീസടയ്ക്കേണ്ട സമയത്ത് അതിൽ കൂടുതലും സാറെനിക്ക് തരാറുണ്ട്. അതുകൊണ്ട് സ്നേഹത്തിന് പകരം പണമല്ലെന്ന് സ്നേഹത്തോടെ തന്നെ നിരസിക്കും. പകരമായി ഭക്ഷണമോ മധുരമോ പലരും എത്തിക്കുമ്പോഴും വേണ്ടെന്ന് പറയാറുമില്ല. അതാകാം അവളത് ചോദിച്ചത്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഭക്ഷണം തുടങ്ങും മുൻപേ ഛർദിയുണ്ടോ എന്നും വെള്ളം കൊടുത്തു നോക്കിയ ധൈര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് ജ്യൂസ് കൊടുത്തോളാൻ പറഞ്ഞു. കൊടുത്ത ജ്യൂസ് കൊഴുത്ത മഞ്ഞർന്നുള്ള ഛർദിക്കലായി കിഡ്നി ട്രേ കയ്യിലെത്തും മുൻപേ എൻ്റെ കൈക്കുമ്പിളിൽ നിറഞ്ഞിരുന്നു. വയറ്റിൽ നിന്നും പോകാതെ കോൺസ്റ്റിപ്പേഷനാൽ ബുദ്ധിമുട്ടിയപ്പോഴും പകൽ ഡ്യൂട്ടിയിലുള്ളവർ 2-3 തവണ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രൊക്കാലിസ് എനിമ കൊടുത്ത് കാത്തിരുന്നപ്പോൾ വയറു വീർത്ത് വലിഞ്ഞ സ്റ്റിച്ചിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞ അവരെ വയറ്റിലെ
ഗ്യാസ് ട്യൂബ് ഇട്ട് കളഞ്ഞ് ഫീക്കൽ മാറ്റർ അഥവാ ഉറച്ചുപോയ മലം അയാൾക്ക് അവർക്കും സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധത്തിലും അറപ്പില്ലാതെ മടികൂടാതെ ഗ്ലൗസ് ഇട്ട് കൈകളാൽ എടുത്തു കളഞ്ഞതും ഡ്യൂട്ടി ഇല്ലെങ്കിലും എല്ലാ രോഗികളെയും വന്നെത്തി നോക്കി വിശേഷങ്ങൾ ചോദിച്ചു പോകുന്നതുമെല്ലാം മംതാജ് ഖാൻ ഇടർന്ന സ്വരത്തോടെ വിജയലക്ഷ്മിക്ക് ഉത്തരം കൊടുക്കുന്നതും കേട്ടതും ഞാൻ തിരികെ ഇറങ്ങിച്ചെന്നു. അതെല്ലാം എൻ്റെ ഡ്യൂട്ടി മാത്രമായിരുന്നു. കൈകൾ കൂടി കടമയാണ് ചെയ്തതെന്നറിയാം സിസ്റ്ററെ, പക്ഷേ ആ കടമയോടൊപ്പം അറപ്പില്ലാതെ സ്വന്തമെന്ന് കരുതി മകളായോ അനിയത്തിയായോ കൂടെ നിന്ന് ചെയ്യാനുള്ള മനസ്സും സ്നേഹവും മറ്റൊരാളിൽ നിന്നും എനിക്ക് അനുഭവമില്ല ഇന്നേ വരെ. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാകും. എൻ്റെ ശിരസിൽ കൈവച്ച് അദ്ദേഹം അത് പറഞ്ഞത്. അവരുടെ കീമോയെല്ലാം കഴിഞ്ഞ ശേഷം കഴിക്കാനുള്ള മരുന്ന് മാത്രമായതുകൊണ്ട് വല്ലപ്പോഴുമുള്ള പരിശോധന അവർ ഡോക്ടർ ജോലി ചെയ്യുന്ന മെഡിക്കൽ കോളേജിൽ പോയാണ് പിന്നെ കാണിച്ചിരുന്നത്. അതായിരുന്നു അവർക്ക് സൗകര്യം. കുറേ മാസങ്ങൾ കഴിഞ്ഞാണ് ഞാൻ പിന്നെ അവരെ കാണുന്നത്. അതും ബസ് കാർഡിനുള്ള അപേക്ഷ കൊടുക്കാൻ ക്യൂവിൽ നിന്ന് എന്നെ അദ്ദേഹം എന്താണ് അറിയിക്കാതിരുന്നെന്നും ചോദിച്ച് ചീത്ത വിളിച്ച് അരികിലേക്ക് വിളിപ്പിച്ച് കാർഡ് ശരിയാക്കി തന്നപ്പോൾ പരിചയമോ അടുപ്പമോ ആരുമായും ഉണ്ടെങ്കിലും അവരെ ദിനവും വിളിക്കാനോ ആവശ്യങ്ങളിൽ പോയി ചോദിക്കാനോ അന്നും ഇന്നും ഞാൻ പുറകിലാണ്. സ്നേഹത്തോടെ ഒരു അകലം ആരുമായും സൂക്ഷിക്കുന്നത് തന്നെയാണ് ബന്ധങ്ങൾക്ക് നല്ലതെന്ന് പലപ്പോഴും എനിക്ക് വ്യക്തമായിട്ടുമുണ്ട്. അന്നാണ് ക്ലിനിക്കൽ അല്ലാതെ ഞാൻ ഷബാനയെ കണ്ട് സംസാരിച്ചതും മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ പിരിഞ്ഞത്. പ്രായപൂർത്തിയായപ്പോൾ മുതലുള്ള മാസാമാസത്തെ വേദനയും രക്തവുമൊന്നും ഇല്ലാത്തതിനാൽ പരമസുഖമാണെന്ന് അവർ നിസ്സാരമായി പറയുമ്പോഴും അത് നഷ്ടപ്പെട്ടതിൻ്റെ വേദന ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എങ്കിലും അതെടുത്ത് കളഞ്ഞതുകൊണ്ട് ഇനി സമാധാനമായി ജീവിക്കാമല്ലോ. അദ്ദേഹത്തെയും മക്കളെയും സ്നേഹിച്ചു മതിയായില്ലെന്നും ആശ്വാസമുതിർത്തു. പിന്നെയും മാസങ്ങൾ കഴിഞ്ഞ് സാറാണ് എന്നോട് പറഞ്ഞത്, ഷബാന വീണ്ടും വന്നിരുന്നു. നെഞ്ചിലേക്ക് അവൻ മടങ്ങിയെത്തിയിരിക്കുന്നു. ഇത്തവണ പഴയതുപോലെയുള്ള ചിരിയൊന്നുമില്ല എന്നാണ്. അവരെ ഞാൻ കണ്ട് നെഞ്ചു പിടയുന്ന നോവയോടെയുള്ള അവരുടെ നോട്ടത്തെ എന്തുത്തരം കൊടുക്കുമെന്നോർത്ത് ഞാൻ അവഗണിച്ചു. കഴിഞ്ഞ തവണത്തെ പോലെ ഷബാന ഒന്നും അറിയാത്തവളല്ല. വേദനകളും മരുന്നുകളും നിറഞ്ഞ ലോകം ഇന്നവർക്ക് പരിചിതമാണ്. ഇടത്തെ മാറിടം മുറിച്ചു മാറ്റേണ്ടി വരുമെന്നും നിർവികാരമായി കേട്ടിരിക്കുന്ന അവരെ നോക്കാൻ ശക്തിയില്ലാതെ മംതാജ് ഖാൻ താഴേക്ക് നോക്കിയിരുന്നു. മുझे कुछ तकलीफ नहीं, मेरी जान परेशान है कि वो अकेला पड़ जाएगा. എനിക്ക് പേടിയൊന്നുമില്ല എൻ്റെ മോളെ, പക്ഷേ അദ്ദേഹം ഒറ്റക്കാകുമല്ലോ എന്നാണ് എൻ്റെ വിഷമം മുഴുവൻ. പോകാൻ നേരം അവരുടെ കൈ രണ്ടും കൈകൊണ്ട് കൂട്ടിപ്പിടിച്ചു. ഓപ്പറേഷൻ്റെ തലേന്ന് എന്തോ ആവശ്യത്തിന് പുറത്തുപോയ മംതാജ് ഖാൻ മടങ്ങി വന്നില്ല. അന്ന് മൂത്ത മകളായിരുന്നു അവർക്കൊപ്പം ഉണ്ടായിരുന്നത്. രാത്രിയോടെ മരുമക്കൾ വരുന്നതും അവരെ കാണാൻ നേരം വൈകിട്ടും ഡോക്ടർ ചെന്ന് കാണുന്നതെല്ലാം എനിക്ക് കാണാം. അബ്ബാക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഉമ്മിയെ അറിയിക്കേണ്ടെന്നും എന്നോട് മകൾ വന്ന് പറഞ്ഞു. അവൾ പറഞ്ഞതിലും കൂടുതലെന്തോ ഉണ്ടെന്ന് മനസ്സിലിരുന്ന് ആരോ പറയും പോലെ. ഞാൻ ഡോക്ടറിനെ ചെന്ന് കണ്ട് എത്രയോ വർഷത്തെ അനുഭവമുള്ള ആളാണ്, എത്രയോ രോഗികളെ ചികിത്സിച്ച ആൾ. എന്നിട്ടും ചിന്തയിൽ വഴി OPയിൽ കസേരയിൽ ചാരിയിരിപ്പാണ്. മംതാജ് ഖാൻ ഇനിയില്ല. അപകടം നടന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. മകളോടും ഭാര്യയോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അറിയാം ഷബാനയും അദ്ദേഹം തമ്മിൽ എങ്ങനെയാണെന്ന്. അവരെ അറിയിക്കാൻ ആർക്കും ധൈര്യമില്ല. എൻ്റെ ജീവനുള്ള കാലം വരെയും ആർക്കും ഒരു ബാധ്യതയാകാൻ അവളെ ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞവൻ പ്രിയപ്പെട്ടവളോട് ഒരു വാക്കുപോലും പറയാതെ യാത്രയായി. വേദനിപ്പിച്ച് മതിയാകാത്ത വിധിയുടെ വിളയാട്ടങ്ങൾ. അന്ന് ചെറിയൊരു അപകടമുള്ളതെന്നറിഞ്ഞ മക്കളോടൊപ്പം പോകുന്ന ഷബാനിയെ എനിക്ക് ഓർമ്മയുണ്ട്. രക്തമയമില്ലാത്ത വിളറി വെളുത്ത ആ മുഖവും ശരീരവും ചത്തമീനിൻ്റെ കണ്ണുകളും എൻ്റെ കൺമുൻപിൽ എത്രയോ ദിവസങ്ങൾ തെളിഞ്ഞു. ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞ് ഇനിയുള്ള ചികിത്സയും മരുന്നും ഇവിടെയാണെന്ന് തീരുമാനമെടുത്ത് ആർക്കും മാറ്റാൻ കഴിയാത്ത വാശിയോടെ അവരുടെ മുറിക്കകത്തിരിപ്പാണെന്ന് അവസാനമായി അറിഞ്ഞത്. പിന്നെയും ജീവിതത്തിൽ ഞണ്ടുകൾ കാർന്നു നിന്ന ശരീരവുമായി പലരും വന്നു. ദേഹം പൊള്ളിയടന്നു പോകുന്ന വേദനയോടെ രക്തമൊരുകിയൊലിക്കുന്ന കീമോ മരുന്നുകൾ ഞരമ്പിലൂടെ ഒഴുകാൻ പലരും വന്നു. പോരാളികളെപ്പോലെ തങ്ങളെ കാർന്നു നിന്നാൻ വന്ന ഞണ്ടുകളെ യുദ്ധം ചെയ്തു തോൽപ്പിച്ച മിടുക്കരെ കണ്ടതിനൊപ്പം ജീവിക്കാനുള്ള കൊതി നിറഞ്ഞ നോട്ടങ്ങളും വേദന സഹിക്കാൻ വയ്യ, മരിച്ചാൽ മതിയെന്ന് മടുത്ത നോട്ടങ്ങളുമായി പലരും വന്നുപോയി. നോവുണർത്തുന്ന ഓർമ്മകളിൽ നിന്നും ഓടിയൊളിക്കാൻ ഷബാനയെ ഞാൻ മനഃപൂർവ്വം മറന്നു. ജോലി മാറിയതിനു ശേഷം വർഷങ്ങൾക്കപ്പുറവും ഓർമ്മകൾ മടക്കിത്തരാനായി ഇന്നും അറിഞ്ഞു വേണ്ടപ്പെട്ട ഒരാളെ കൂടി കാർന്നു തിന്നാനായി അവനെത്തിയിരിക്കുന്നു. എനിക്ക് പേടിയൊന്നുമില്ല ലിസമ്മേ. ഇക്ക തനിച്ച് പോകുമ്പോഴല്ല എന്ന് സങ്കടം മാത്രമേ ഉള്ളൂ. ആ ഉമ്മ പറയുമ്പോൾ ഷബാനയുടെ സ്വരമായിരുന്നു എൻ്റെ കാതിൽ. വേണ്ടപ്പെട്ടവരെല്ലാം എത്രമേൽ പ്രിയരാണെന്ന്
പരസ്പരം തിരിച്ചറിഞ്ഞും ധാരാളിത്തത്തോടെ ചിലവിടാൻ സമയമിനി ബാക്കിയില്ലെന്ന നിസ്സഹായത നിറഞ്ഞ നോവിൻ്റെ സ്വരങ്ങൾ.